നൈൽ ഹെന്ന എങ്ങനെയാണ് ഞാൻ വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. എന്നോട് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ നഖത്തിൽ എന്ത് മൈലാഞ്ചിയാണ് ഉപയോഗിക്കാറുള്ളത് എന്നുള്ളത്. ജീരക മൈലാഞ്ചിയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കാറുള്ളത്. അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്? ഒരു ബൗളിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തു. അതുപോലെ ഒരു 10-15 ഗ്രാമ്പു ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് ശർക്കര ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ ചായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിൽ പൊടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് കട്ടിയുള്ള ലിക്വിഡ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ പൊടിച്ചെടുത്താൽ എനിക്ക് അങ്ങനെ കിട്ടിയതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇനി ഒരു ഫോയിൽ പേപ്പർ എടുക്കുക, അതൊരു പഴയ പാത്രം എടുക്കുക കേട്ടോ. ഞാൻ എപ്പോഴും എന്നെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പഴയ പാത്രമാണ്, അതിന് നല്ല പരിക്കുണ്ട്. ഇനി അതിലേക്ക് ഈ ഒരു ഫോയിൽ പേപ്പർ വിരിക്കുക, അതിൻ്റെ നടുക്ക് നമുക്ക് ടൈൽസിൻ്റെ ഒരു ചെറിയ പീസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ചെറിയൊരു ബൗളോ ഗ്ലാസ്സോ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് അതിന് ചുറ്റിലുമായിട്ട് നമ്മൾ ഈ ഒരു പൊടിച്ച കൂട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിൽ നമ്മൾ ഒരു കുഴിയുള്ള ഒരു പാത്രം വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൽ കുറച്ച് തണുത്ത വെള്ളം, ഐസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കാം. സ്റ്റൗവിൽ വെച്ചിട്ട് ആദ്യം ഒരു 5 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ കത്തിച്ച് വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ നമ്മളതൊരു 20 മിനിറ്റ് വെക്കണം. എന്നിട്ട് അത് ഫ്ലെയിം 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നമ്മളത് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറ്റി കൊടുക്കണം കേട്ടോ. വെള്ളം ചൂടാവുന്നതിനനുസരിച്ചിട്ട് വെള്ളം നമ്മളിങ്ങനെ മാറ്റി കൊടുക്കുക. എന്നിട്ട് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഞാനിതാ തുറന്നു നോക്കിയപ്പോൾ എനിക്കിതുപോലെ കട്ടിയുള്ള ലിക്വിഡ് കിട്ടിയിട്ടുണ്ട്. നല്ല ചുവന്ന കട്ടിയുള്ള ലിക്വിഡാണ് കിട്ടിയിട്ടുള്ളത്. ഇത് ഞാനൊരു ബോട്ടിലിൽ സൂക്ഷിച്ച് വെക്കാറാണ്. എനിക്ക് ആവശ്യാനുസരണം എടുത്തിട്ട് ഉപയോഗിക്കാറാണ്. ഞാനൊരു ബൗളിലേക്ക് കുറച്ച് ലിക്വിഡ് എടുത്തു. എന്നിട്ട് ഒരു 1.5 ടീസ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. നാട്ടിലാണെങ്കിൽ ഞാൻ ഇല മൈലാഞ്ചിയാണ് ഉപയോഗിക്കാറുള്ളത്. ഇവിടെ അങ്ങനെ കിട്ടാത്തത് കൊണ്ടാണ് ജീരക മൈലാഞ്ചി ഉപയോഗിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതാ ഞാനിതങ്ങനെ ഒരു കോണ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നിറച്ച് കൊടുത്തിട്ട് ആവശ്യാനുസരണം ഉപയോഗിക്കാനായിട്ട് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറാണ് കേട്ടോ. ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നൈൽ നല്ല റെഡ് കളറിൽ കിട്ടും കേട്ടോ. ഞാൻ രാത്രിയിൽ ഇട്ടിട്ട് രാവിലെ എടുത്ത് നോക്കിയാൽ തന്നെ നല്ല കളർ ഉണ്ടാവും.